ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കണ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന സമയത്ത് കാറ് സർവീസിനായി ഗൈസ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് സർവീസാണ്. 1000 കിലോമീറ്റർ ഓടിയിട്ടാണല്ലോ ഫസ്റ്റ് സർവീസ് ഉണ്ടാകുക. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ക്ഷമിക്കുക, അതിൻ്റെ ഇടയിൽ എന്തോ പരിപാടികൾ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ പരിപാടി തീർക്കണം. എന്നിട്ട് ഇതാക്കണം കാറാകെ സെറ്റായി കിടക്കുകയാണ്. ഞാൻ പിന്നെ സർവീസിന് കൊടുക്കണമല്ലോ, അതിനുകൊണ്ട് പിന്നെ കഴുകാനൊന്നും നിന്നില്ല കേട്ടോ. ഫുള്ള് ചളിയായി കിടക്കുകയാണ്. പൊളിച്ചടിച്ച് കുത്തിരിക്കുകയാണ്. ഇതാക്കണ എത്ര കിലോമീറ്റർ ആയിന്നറിയോ? നമുക്ക് 1165 കിലോമീറ്റർ ആയിട്ടോ. 1165 കിലോമീറ്റർ ആയി. 1169. 65 അല്ലെങ്കിൽ കണ്ണ് കാണാണ്ടായോ? ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ സർവീസിന് വേണ്ടി കൊടുക്കാൻ പോവാണ്. ക്ഷമിയേ, ഇവിടെ എത്ര നേരം എന്നറിയാം വെയിറ്റ് ചെയ്യുന്നത്. ഇതുവരെ ഇവിടെ ഒരുക്കം കഴിഞ്ഞില്ല. ക്ഷമിയേ, ഷേ പോവല്ലേ? സ്മൂത്താപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ബാ, എന്താ മരുന്നൊക്കെ? എന്നാ വാ, മുത്താപ്പ് ഞങ്ങൾ സർവീസിനൊക്കെ കൊടുത്തു തരാം. ബാ, എന്റെ മോളെ എന്നെ കൊറേ നേരമായിട്ടോ കാത്തിക്കാൻ. ഷമീന ഒരു വൈക്ക് ഇറങ്ങിയ നേരം ഇങ്ങനെ കാത്തിക്കാനാവില്ല കേട്ടോ. ഞാൻ ഈ വൈ ആലോചിച്ചിട്ടാണ് വണ്ടി ാലോ പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ റോഡുമേലെ ഒരു പോർച്ച് ഉണ്ടാക്കണം, നിർത്തിവെക്കാനോ. ഇങ്ങോട്ട് കയറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. കറക്റ്റ് ഒരു കാറ് പിന്നെ എന്തായാലും കയറ്റേണ്ട ആ ഒരു സമാധാനം. അങ്ങോട്ട് പിന്നെ കയറ്റാൻ തന്നെ പറ്റൂല. ഇങ്ങോട്ട് കറക്റ്റ് ഒരു കാറിന്റെ ആ ഒരു വീതിയാണ്. ഇവിടെ സുഖമായിട്ട് കയറും. കറക്റ്റ് അതിന് കുറച്ച് വെച്ചിട്ട് ഞാനവിടെ കയറുക. പിന്നെ എല്ലാരും പറയാട്ടോ അഹങ്കാരം. അഹങ്കാരം എന്തിന്? ഞാന് പിന്നെ ഇങ്ങടെ പോയി എന്താ വീട്ടിൽ നിന്നുള്ള വീഡിയോയിലേക്ക് അഹങ്കാരാണ്. കാറിൽ കയറി ഇരുന്ന് ചിരിച്ച് കളിച്ച് പോകാൻ. കാറിൽ കയറിയ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലാണ്ട് ഭയങ്കര സീനാണ്. സത്യം തന്നെ. പക്ഷെ അഹങ്കാരം എന്നുള്ള വെട്ടണം. അഹങ്കാരല്ല, നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ അല്ലേ സന്തോഷം ഉണ്ടാവുക. വീട്ടിലുണ്ടാകുമ്പോ സന്തോഷം കുറച്ച് കുറയും. ഞാൻ ആ സന്തോഷം ഇല്ലായ സ്പീഡിൽ കാണും. അപ്പോൾ വിചാരിക്കുക അഹങ്കാരാണെന്ന്. അതാണ് സംഭവം. ആണോ? അയ്യാ, ഞാൻ എല്ലായിടത്തേക്കും നോക്കണെന്ന് ചെവി പറയാനാ, ക്യാമറയിൽക്കല്ല നോക്കണത്. ഞാൻ ആരോക്കെ തെരിയാ പരിചയക്കാരൊക്കെ ഇങ്ങനെ അങ്ങാടിയിലൊക്കെ ഉണ്ട്. വണ്ടി കയറി കഴിഞ്ഞാ പിന്നെ എങ്ങനാ തട്ടവും കൂടെ കഴിക്കിട്ടോ? അതും പറയണ്ടേ, തട്ടം കഴിക്കുന്ന കാര്യം പറയണ്ടേ. സൈഡ് അടുക്ക് വേക്കില് പാണ്ടി ലോറി വരുന്നത്. ഒരു വണ്ടി ലോറി വരുന്നില്ല. അതാ കളിയാ വണ്ടിന്ന് ആദ്യമായിട്ട് കയറി കളിയാ. ഞാൻ ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ പോണത് ഇപ്പം ഷെമിക്ക് ജിമ്മിലേക്ക് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ചാക്കൊക്കെ വാങ്ങട്ടെ. ചാക്കൊക്കെ കുട്ടി അടുപ്പിക്കേണ്ടി വരും. എന്റെ അമ്മ ട്രെയിനറിനെ പറയുന്നത് നിങ്ങൾ കേക്കണം. ഞാൻ കട്ട്ലേറ്റ് തിന്ന വീഡിയോ അല്ലേ, അത് കണ്ടിട്ട് എന്റെ വൈഫ് ഓനോട് പറഞ്ഞ പോലെ ഓള് കട്ട്ലേറ്റ് തിന്നിക്കണ്. അപ്പൊ പറ്റൂലട്ടോ, ഓനെ ബ്ലോക്ക് ചെയ്യണം യൂട്യൂബിൽ നിന്ന്. പിന്നെ ഇന്നലെ എന്നോട് എനിക്ക് ഡയറ്റിന്റെ ചാർട്ട് തന്നവൻ ഞാൻ പറഞ്ഞു 2 നേരവും ചോറ് ഒഴിവാക്കിയത്. അതവനോട് പറയാൻ വെള്ളം കുടിക്കാണ്ട് ICUലൊക്കെ കടുക്കുകയാണോ. ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചാൽ ഇവിടെ അങ്ങോട്ടൊക്കെ 70% ഓഫർ ഉണ്ട് കേട്ടോ ഷെമിയെ. അപ്പൊ ഇവിടുന്ന് വാങ്ങാം, ഓഫറിലെടുത്തുനിന്ന് വാങ്ങാന്ന് വിചാരിച്ച്. പിന്നെ ക്ഷമിക്ക ആയതുകൊണ്ട് വല്ല ചാക്കോ അല്ല 2 ഡ്രസ്സ് എടുത്ത് സഞ്ചിയോ അല്ലെങ്കിൽ 2 ഡ്രസ്സ് എടുത്ത് ഒന്നാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ ഓഫർ നോക്കണം. ആകെ വെറുതെ പറയാണ് കുയിസ്. നിങ്ങൾ ആരെയും അത് വെച്ച് കളിയാക്കാം. അഹങ്കാര ഇറങ്ങി അഹങ്കാരി ഇറങ്ങു വണ്ടിന്ന്. അപ്പോൾ കേസ് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഫുൾ സോങ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും എന്താ പറയുക, സോങ് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അറിയാലോ. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഷെമി എടുക്കുന്ന ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കല്യാണത്തിനെങ്ങാനും പോകുമ്പോലുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഷെമി നോക്കുന്നത്. ജിമ്മിന് പോകുക എന്നുള്ള ഒരു ചിന്തയോടെ മനസ്സിൽ ഞാൻ കാണുന്നില്ല. എന്താ ഈ കളർ എടുത്തോ ഷെമി? വൈറ്റ് എടുത്തോ? അതെടുത്തോ, പച്ച എടുത്തോ. ഇതാകുമ്പോൾ നല്ല വീതി ഉണ്ടാവും ഷെമി. ഇതെല്ലാം രസമുണ്ട് കാണാനും. ലുക്ക അടിപൊളിയാ. പിന്നെന്താ, അതൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്. പൊതുവേ പെണ്ണുങ്ങൾക്കില്ലേ നല്ല നല്ല വെറൈറ്റി മോഡൽസ് ഉണ്ട്. ആണുങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക ടീഷർട്ട് ഉണ്ടാവുക ആണ്. നിങ്ങൾക്ക് വാലും തലയൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഉണ്ടാവും. ഞങ്ങൾക്കുള്ള എടുത്തുണ്ടാക്കിയാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനല്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റി മോഡൽ നോക്കിയാൽ കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല, പിന്നെ സ്റ്റിച്ച് ചെയ്യിക്കണം.
അങ്ങനെ ഗൈസ് വീണ്ടും ഷെമി ഇതാക്കണം. പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് നിങ്ങൾ വിചാരിക്കും എൻ്റെ എന്താ പറയുക ആക്ഷനൊക്കെ കണ്ട് സന്തോഷത്തിലുള്ള ആക്ഷനാണ്. ഒരിക്കലും അല്ല ഗൈസ്, സങ്കടത്തിലുള്ള ആക്ഷനാണ്. കാരണം ഒരുപാട് ലേറ്റായി. ഇതില്ലല്ലോ. അപ്പോൾ ഗൈസ് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. പോണതിന് മുമ്പ് സൈഡിൽ വണ്ടി ഇതാക്കണം. ഇവിടെ കയറുന്ന സമയത്ത് ചെറുങ്ങനെ അടിഭാഗം ഒന്ന് തട്ടി. ഇവിടെ ഇതിനല്ലേ അറിയാത്തവരല്ല, അറിയുന്നവരായാലും ഈ എകരത്തിൽ ആർക്കൊണ്ടാകണം ഓടിക്കാൻ. അവിടെ ഇറക്കി എന്തെന്നാ അപ്പോൾ ഇതാണ്ട് ഒരു കട്ടിങ് ആണ് സംഭവം. ഷെഫി പറഞ്ഞോണ്ടൊന്നല്ല, ടൊക്കി പറ്റിയ സാധനമൊക്കെ ഉണ്ടായിരുന്നു. എന്തേ പറഞ്ഞ എനിക്ക് ചാക്ക ഞാൻ പറഞ്ഞില്ല, സീരിയസ് ആക്കി എടുക്കണ്ട. ലൂസ് ചെറുതെടുത്തോളിന്ന് പോലെ അറിയുന്നേ. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞ പറ്റി എന്തോ ഒരു ടെൻഷൻ. പോലെ ചേച്ചിനോട് ജിമ്മിന് പോകാനാണോ ഫുള്ളാക്കുവോന്ന്. കൊറേ ആയോ തുടങ്ങിയിട്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മാസം പോയി നിർത്തിന്ന്. അവിടെ കേൾക്കുമ്പോ എനിക്കും തോന്നുന്നത് നിർത്തിയാലോ. ഈ ജിമ്മും അതുപോലെ തന്നെ ബ്ലോഗും ഒക്കെ അല്ലേ അതൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് പറ്റും. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോവാം. അതായത് ജിമ്മ് സൈസ് ആകുമ്പോ കാണുമ്പോ നല്ല രസമായിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലോഗ് ആയി കഴിഞ്ഞാലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ക്ഷമിയെ നിങ്ങൾക്ക് ബ്ലോഗ് ഇതെന്താണ് ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ചോദിക്കലുണ്ട് ബ്ലോഗ് തുടങ്ങിയിട്ട് എങ്ങനെയായത് എഡിറ്റിംഗ് കാര്യമാക്കാൻ പറഞ്ഞ ഷെഫിനോട് ചോദിക്കണം. അത് കുറച്ച് പണി തന്നെയാണ്. കാരണം റീപ്ലൈ കൊടുക്കാനായിട്ടില്ല. ഒട്ടുമിക്ക ആൾക്കാരും ബ്ലോഗ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കാരണം മോണിറ്റൈസിന്റെ ആ ഒരു ടാസ്ക് എത്തുമ്പോഴേക്കും ഏകദേശം 3/4 ഭാഗവും ആൾക്കാർ നിർത്തും. കാരണം അത്രയും എഫേർട്ടാണ്. കാരണം തുടങ്ങിയവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് കോപ്പിറൈറ്റ്, അതുപോലെ തന്നെ സോങ് നമ്മൾ സ്വന്തമായിട്ട് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഒന്നും നമുക്ക് വേറെ സാധനത്ത് നിന്ന് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് പറ്റും, ചില ആൾക്കാർക്ക് പറ്റൂല. അത്ര തന്നെ. ഇപ്പൊ ജിമ്മിന്റെ കണ്ടില്ലേ, ചില ആൾക്കാർ നല്ല എഫേർട്ട് ഇടുന്ന ആൾക്കാർക്കുള്ളതാണ്. ഇപ്പൊ നിർത്തും ചേച്ചിക്ക് പറയാനല്ല. പിന്നെ ഇന്നലെ ഞാനൊക്കെ അവിടെ പോയപ്പോ അവിടെ ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. +1 +2 ഒക്കെ ജിമ്മില്. അപ്പൊ ഞാൻ ഓരോട് ചേച്ചിങ്ങളൊക്കെ കുറെ ആയ വരല് തുടങ്ങിയിട്ട് ഇങ്ങൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടോ, എന്തോ സുഖമില്ലാത്തവരോടൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അങ്ങനൊക്കെ ആണ്. ഏതായാലും കുറച്ച് ആവതെങ്കിലും ഒക്കെ അയക്കൂ. അതൊക്കെ ആരോഗ്യമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേക്ക് ഇങ്ങനെ പുറത്തൊക്കെ ചൊറിയാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. ഇപ്പൊ അതൊക്കെ റെഡി ആക്കി. പിന്നെ നമ്മൾ ആ ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ ആ ഡയറ്റ് ഇല്ല, അതും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഡയറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഡയറ്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാണിക്കല്ലേ, ഒരു ദിവസം നമുക്ക് കാണിക്കാം ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ ഇനി കാറ് സർവീസിന് കൊടുക്കാം അല്ലേ ജിമ്മേ? അപ്പൊ ഞങ്ങൾ ഇതാക്കണ ഇവിടെ അത്യാവശ്യം ഷോറൂമിൽ എത്തിക്കുന്നില്ലേ. വണ്ടി ഒന്ന് കുളിച്ചോട്ടെ, വണ്ടി ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊടുക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പൊരേലെത്തി ചെക്കിനെ ഒന്ന് കുളിപ്പിക്കാം. നല്ല കുളിക്കാണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ സ്പ്രേ ഒക്കെ വാങ്ങി അടിക്കലാട്ടോ ചേച്ചി. ഞങ്ങൾ പോകാൻ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത് കേട്ടോ. ഓട്ടോ വിളിക്കണം. വണ്ടി ഇവിടെ തന്നെ വെച്ചാ പോരെ? ഇവിടെ തന്നെ ഓക്കെ. എന്നാ വാ ഇറങ്ങ്. അത് ഓഫായിക്കോളാം. കൊടുക്കല്ലേ ഇല്ല പൈസ ഉണ്ട് ബീസ്. ബാക്കിയൊക്കെ അവിടെ കൊടുക്കട്ടെ. അത് ഓഫ് ചെയ്യണ്ടേ? എപ്പോഴാ കിട്ടുക? എത്ര ടൈം ആവും? ഷെഫീക്ക് സ്ലിപ്പുമായിട്ട് വൈകുന്നേരം വരാനാ പറഞ്ഞത്. ഇനി ഏതായാലും നമ്മൾ പോവുക. ഓട്ടോ കിട്ടുമോ നോക്കട്ടെ ബീസ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അല്ലേ. എന്തായിക്കല്ലേ കംപ്ലൈന്റ്? ആക്സിലേറ്റർ കേബിൾ പൊട്ടിയാ വീഡിയോ ഇപ്പൊ ശരിയായി തരാ. സ്ലീപ്പർ ഉണ്ട് സ്ലീപ്പർ ആയിരുന്നു എനിക്ക് വണ്ടി. സ്ലീപ്പറിന്റെ ഇതില് അശ്വിനെ ഇതില് കൂട്ടാൻ പോണോ അശ്വമേ? ഓട്ടോ ആയിട്ട് അതല്ല ആവശ്യമായിരുന്നു എന്നെ കാറിനെ കാണിക്കാൻ കൊടുത്താ ഷീട്ടൊക്കെ എടുത്ത്.
ഓള് ഇതിന്റെ വൈബ്രേഷൻ കാരണം. ഞാൻ പോവാ, ഞാൻ വിടണോ? ഞാൻ വിടൂലേ? ഞാൻ വിടണോ? പൊട്ടിക്കണോ? ആ അതെ ചേച്ചി, പെട്ടെന്ന് പൊട്ടിയ. ഞങ്ങൾ വിളിച്ചിട്ട് പൊട്ടിയാന്ന് വിചാരിച്ചു ഞങ്ങള്. അല്ലല്ലോ അല്ലേ, ഓൾറെഡി പൊട്ടിയതായിരുന്നല്ലോ. അപ്പൊ ഇവിടെ എത്തിയ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഏതായാലും വീട്ടിലേക്ക് പോകല്ലോ. എന്നാല് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ശരിയോ? ഫൈനലി നമ്മൾ ഇതാക്കുന്ന വീട്ടിലെത്തി. ഇനി വിശന്നിട്ട് ഒരു രക്ഷയില്ല മോനെ. എന്തേത് വിശപ്പാന്നാ, തലയൊക്കെ വേദന ആകുക. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടികൾ. ഇനിയിപ്പോൾ ആവശ്യം കൂട്ടാൻ പോകാനുണ്ട്. ഷെമി ഇതാക്കുന്ന അടുക്കളയിലാണല്ലോ, കിച്ചണിലാണുള്ളത്. ഓളെന്തോ ഫുഡൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.